നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു സംശയം വേറൊന്നുമല്ല. ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കെ 2025 കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ വെച്ച് ലീഗ് നേതാക്കന്മാർക്ക് നടത്തിയ ഇഫ്താർ വിരുന്നിൽ MDMA കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഹുസൈൻ മുസാഫിർ എങ്ങനെ പങ്കെടുത്തു, എന്തിനു പങ്കെടുത്തു, ആരുടെ നിർദ്ദേശപ്രകാരം പങ്കെടുത്തു? ഇതാണ് ഇപ്പൊ അവരുടെ സംശയം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇപ്പൊ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഇതാണ്. നമുക്ക് ആദ്യം ആ വാർത്തയൊന്ന് കേൾക്കാം, എന്നിട്ട് എന്തിന് മുഹമ്മദ് മുസാഫിർ അവിടെ പങ്കെടുത്തു എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ഫുള്ള് കാണുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. ബ്രേക്കിംഗ് നമ്പർ 3. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കെ കോഴിക്കോട് നടത്തിയൊരു ഇഫ്താർ വിരുന്നിലും MDMA കേസിലെ പ്രതി മുഹമ്മദ് ഹുസൈൻ പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായി നടത്തിയ പരിപാടിയിലാണ് ഹുസൈൻ പങ്കെടുത്തത്. മുസ്ലിം ലീഗിലെ ഉന്നത നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിൽ വി ഡി സതീശനെ കൂടാതെ മലബാറിന് പുറത്തുനിന്ന് പങ്കെടുത്തത് ഹുസൈൻ മാത്രമാണ്. 2025 മാർച്ച് 22 നടന്ന പരിപാടിയുടെ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകർ കാണും. 90% ഉണ്ടായിരുന്ന നേതാക്കൾ മലബാർ മേഖലയിൽ നിന്നാണ് എന്നിരിക്കെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളെ തെക്കൻ കേരളത്തിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്നിരിക്കെ മുഹമ്മദ് ഹുസൈൻ മാത്രമായി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശന്റെ ക്ഷണം എങ്ങനെ ലഭിച്ചു? എങ്ങനെ മുഹമ്മദ് ഹുസൈൻ കോഴിക്കോട് ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ എങ്ങനെ പങ്കാളിയായി, എങ്ങനെ പങ്കെടുക്കാനെത്തി? മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. നവകേരള ബസിന്റെ യാത്രാവേളയിൽ പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിൽ പരിക്കേറ്റയാളെ കാണാൻ പോയി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ പറയേണ്ടത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അന്ന് ഗോകുലം ഗ്രാൻഡിൽ വെച്ച് നടത്തിയ ഇഫ്താർ വിരുന്നിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് ഹുസൈനെ മാത്രം തെക്കൻ കേരളത്തിൽ നിന്ന്, മധ്യ കേരളത്തിൽ നിന്ന് പങ്കാളിയാക്കിയത്? മറ്റു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഒഴിവാക്കി. ഇനി തല്ലിന്റെ കാര്യമാണെങ്കിൽ പോലും എ ഡി തോമസിനെ പോലെ അത് നന്നായി തല്ലുകൊണ്ട് മാധ്യമങ്ങൾക്കുള്ളിൽ ചോര വാർന്നൊലിച്ചവരുണ്ടായിരിക്കെ എന്തുകൊണ്ട് മുഹമ്മദ് ഹുസൈനെ മാത്രം പ്രതിപക്ഷ നേതാവായിരിക്കെ അങ്ങ് സംഘടിപ്പിച്ച ഗോകുലം ഗ്രാൻഡ് ഹോട്ടലിൽ നിന്ന് ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിച്ചു? ആ ദൃശ്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മുഹമ്മദ് ഹുസൈൻ പ്രേക്ഷകർക്ക് കാണാൻ വ്യക്തം. എന്റെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ, മലയാളികളെ, ഇതിനധികം ചിന്തിച്ച് തല പുണ്ണാക്കുകയൊന്നും വേണ്ട. ഉത്തരം വളരെ സിമ്പിളാണ്. മുഹമ്മദ് മുസാഫിർ ഒരു കച്ചവടം ചെയ്തു. ആ കച്ചവടത്തിന് വി ഡി സതീശന്റെ സഹായമുണ്ടായി. കച്ചവടത്തിൽ നല്ല ലാഭമുണ്ടായപ്പോൾ അതിലൊരു വിഹിതം തന്നെ സഹായിച്ച വി ഡി സതീശന് കൊടുക്കാമെന്ന് മുഹമ്മദ് മുസാഫിർ തീരുമാനിക്കുന്നു. അപ്പൊ വി ഡി സതീശൻ സാറ് കൈകൊണ്ട് കാശ് വലുതായിട്ട് മേടിക്കാത്തതുകൊണ്ട് ഞാൻ ഇന്ന ദിവസം ഇന്നൊരു പരിപാടി നടത്തുന്നുണ്ട്, അതിന്റെ സ്പോൺസർ ആയാൽ മതിയെന്ന് പറയുന്നു. ആരെ വിളിച്ചില്ലെങ്കിലും സ്പോൺസറെ വിളിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ മുസാഫിറിനെ വിളിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ, അരുൺകുമാർ സാർ, ഞാനൊരു ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സിൽ താങ്കൾ എന്നെ സഹായിക്കുന്നു, താങ്കളുടെ സഹായം കൊണ്ട് എൻ്റെ ബിസിനസ് വളരെ വിപുലമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു, എനിക്കതിൽ നിന്നും ലാഭം കിട്ടുന്നു. അപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ അരുൺകുമാറിന് അതിൽ നിന്നൊരു വിഹിതം തരാമെന്നും പറഞ്ഞ് അരുൺകുമാറിൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ അരുൺകുമാർ സാർ പറയുന്നു, ഷമീർ സഖാവേ, എനിക്ക് ഈ കാശ് ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറ്റില്ല, മേടിച്ചേ പറ്റൂ. അവസാനം എന്റെ നിർബന്ധ പ്രകാരം അരുൺകുമാർ സാർ പറയുന്നു, ഷമീർ സഖാവ് ഒരു കാര്യം ചെയ്യും, ഞാൻ എന്താ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ആൾക്കാർക്ക് ഒരു പാർട്ടി നടത്തുന്നുണ്ട്, ഒരു കാര്യം ചെയ്യും, അതിന്റെ ചെലവങ്ങ് നടത്തിക്കോ, അതിന്റെ സ്പോൺസർ ആയിക്കോ. അപ്പൊ ഞാൻ സന്തോഷത്തോടെ ഹാപ്പി. അപ്പോ ഈ ആർക്കാണോ ഇഫ്താർ വിരുന്ന് നടത്തുന്നത് അവരെ മാത്രമേ വിളിക്കൂ. പിന്നെ വെളിയിൽ നിന്ന് വിളിക്കണമെങ്കിൽ നമ്മളെ കുടുംബക്കാർ കാണും, അതല്ലെന്നുണ്ടെങ്കിൽ സ്പോൺസറായ ഞാൻ കാണും. ഇത്രയേ ഉള്ളൂ. വി ഡി സതീശൻ സവർക്കറുടെ കനിവ് കൊണ്ടും കരുണ കൊണ്ടും കാരുണ്യം കൊണ്ടും പാവപ്പെട്ടവനായ ഹുസൈൻ മുസാഫിർ പൂക്കിപ്പൊടിയുടെ കച്ചവടം നടത്തി. പൂക്കിപ്പൊടി 500 ഗ്രാമും 250 ഗ്രാമൊക്കെ ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വലിയ ബിസിനസ് നടത്തി, വലിയ ലാഭം കിട്ടി. ആ ലാഭത്തിൽ നിന്നും ഒരു വിഹിതം വി ഡി സതീശൻ സവർക്കർജിക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. സവർക്കർജി അത് കാശ് കൈകൊണ്ട് മേടിക്കുന്നില്ല. ലീഗുകാർക്ക് നടത്തുന്ന ആ ഇഫ്താർ വിരുന്നിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ പറയുന്നു. ഹുസൈൻ മുസാഫിർ വളരെ സന്തോഷത്തോടു കൂടി ആ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇഫ്താർ വിരുന്നിന്, ലീഗുകാർക്ക് വേണ്ടി നടത്തിയ ഇഫ്താർ വിരുന്നിൽ ലീഗ് നേതാക്കളും പങ്കെടുക്കുന്നു. ആ ഇഫ്താർ വിരുന്ന് നടത്തിയ വി ഡി സതീശൻ സവർക്കർജിയും പങ്കെടുക്കുന്നു. അതിന്റെ സ്പോൺസർഷിപ്പ് കൊടുത്ത മുഹമ്മദ് മുസാഫിറും പങ്കെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ആ ഹോട്ടലിന്റെ രേഖകൾ പരിശോധിച്ചാൽ ഒരു പക്ഷേ ആരാണ് കാശ് അവിടെ പേ ചെയ്തതെന്ന് അറിയാൻ പറ്റും. മുഹമ്മദ് മുസാഫിറിന്റെ അക്കൗണ്ടിൽ നിന്ന് വല്ല ആണ് പോയതെങ്കിൽ നമുക്ക് വേറെ ഒരു ഡൗട്ടും ഇല്ല. ഇനി വി ഡി സതീശന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയതെങ്കിലും ഇവിടുത്തെ കാശ് വല്ല അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. അതായത് സകല കൊള്ളരുതായ്മകളുടെയും തിന്മകളുടെയും വിളനിലമായി 3 മാസം കൊണ്ട് കേരളം മാറിക്കഴിഞ്ഞു. അപ്പൊ മനസ്സിലാക്കുക, വി ഡി സതീശൻ നാട് ഭരിക്കും കാലം
MDMA-ക്കാര് ഹാപ്പിയാണ്, കള്ളവുമില്ല ചതിയുമില്ല, ഒറിജിനൽ MDMA കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്മകൾ തരുന്നു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഈ വാലും തലയും മുഖവും ഇല്ലാതെ എൻ്റെ ഇൻബോക്സിനകത്ത് വന്നിട്ട് എന്നെ ചെരയ്ക്കും എന്ന് പറയുന്ന തന്ത ആരെന്നറിയാത്ത തന്തയില്ലാത്തവന്മാരോടാണ്. എന്നെ ചെരയ്ക്കണമെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നീയൊക്കെ നിന്റെയൊക്കെ യഥാർത്ഥ തന്തമാരെ കണ്ടുപിടിച്ച് സ്വന്തം മുഖവും പേരും ഐഡന്റിറ്റിയും വെളിപ്പെടുത്തി ഒരു ഫേസ്ബുക്ക് ID ഉണ്ടാക്കി അതിൽ എന്നെ ചെരയ്ക്കാൻ എന്തായാലും വെള്ളിയാഴ്ചയായിട്ട് രാവിലെ ഞാൻ ചെരച്ചിട്ടുണ്ട്. അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് നിനക്കൊക്കെ വേണ്ടി കാത്തു വെച്ചേക്കാം. ഗുഡ് ബൈ.